ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മളെ പലപ്പോഴും പലരും കാലത്തെ കുറ്റം പറയാറുണ്ട്. ഇപ്പോൾ എനിക്ക് കഷ്ടകാലമാണ്. ചിലർ പറയും ഇപ്പോൾ നല്ല വ്യാഴദശയാണ്, നല്ല കാലമാണ് എന്ന് പറയാറുണ്ട്. ഈ കാലത്തിന് നന്മയും തിന്മയുമുണ്ടോ? നല്ല കാലമെന്നും ചീത്തക്കാലമെന്നും പറയുന്നുണ്ടോ? ആ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് നാം ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ കഷ്ടകാലം വരാൻ കാരണം കാലമാണ് ഈ കഷ്ടതയ്ക്ക് കാരണം എന്ന് നമ്മൾ ആരോപിക്കും. പക്ഷേ നിരുപദ്രവിയായിരിക്കുന്ന കാലമല്ല അതിനുത്തരവാദി നാം തന്നെയാണ്. നമുക്ക് ദുഃഖം വരാനും നമുക്ക് കഷ്ടകാലം വരാനും കാരണക്കാർ കാലമല്ല, നമ്മൾ തന്നെയാണ്. അത് ഞാനാണ് അതിനുത്തരവാദി എന്നറിയാതെ കാലത്തെ പഴിക്കുന്നു, കാലത്തെ കുറ്റം പറയുന്നു. ഇതാണ് ജ്യോത്സ്യന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം. നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല, നിങ്ങളല്ല ഇതിനുത്തരവാദി. ഇപ്പോഴത്തെ ദശ ശരിയല്ല, കാലം നല്ലതല്ല, 3 മാസം കഴിയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ശുക്രകാലം അല്ലെങ്കിൽ വ്യാഴദശ ശുക്രദശ ഉദിക്കാറായി എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രോതാവ് ശരിക്കും കാലമാണ് എല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാക്കുകയില്ലേ? വാസ്തവത്തിൽ കാലമല്ല ഇതിനൊക്കെ കാരണക്കാര് താൻ തന്നെയാണ്. തൻ്റെ കർമ്മങ്ങളാണ് തനിക്ക് കാലം ദുശ്ശകുനമുള്ളതായും നല്ലതായും മാറുന്നത്. അതിനാൽ കാലത്തിന് ഔദാര്യശീലമില്ല, കാലത്തിലെല്ലാം നിഴലിക്കും നിശ്ചിത, കാലം നില നിന്നു മാഞ്ഞു പോകും. കാലത്തിന് ഔദാര്യശീലമില്ല. കാലത്തിന് നീ കുറച്ച് നല്ല നിലയിൽ ജീവിക്കൂ എന്ന് പറഞ്ഞ് ഉദാര മനസ്സോടുകൂടി പലതും സംഭാവന ചെയ്യുന്ന സ്വഭാവം കാലത്തിനില്ല. എന്നാൽ ചില കാലത്തിന് കഷ്ടകാലം, നിനക്ക് ഇനി കുറച്ചു കാലം കഷ്ടകാലമാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ദുഃഖിപ്പിക്കുന്നുമില്ല. ഈ കഷ്ടകാലവും ഈ നഷ്ടകാലവും ലാഭകാലവും എല്ലാം ഉത്തരവാദി നാം തന്നെയാണ്. കാലം നിഷ്പക്ഷമാണ്. അതാണ് കാലത്തിന് ഔദാര്യശീലമില്ല. ഉദാരമായി മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക എന്നത് കാലത്തിൻ്റെ സ്വഭാവം അല്ല. കാലത്തിന് ഔദാര്യശീലമില്ല, കാലത്തിലെല്ലാം നിഴലിക്കും നിശ്ചിത, കാലം നില നിന്നു മാഞ്ഞുപോകും. തൻ്റെ സുഖദുഃഖങ്ങൾ നിശ്ചിതമായ കാലം വരെ നിലനിൽക്കുകയും ആ അവസ്ഥ മാഞ്ഞു പോകുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം വ്യക്തിയുടെ കർമ്മങ്ങളാണ്. കാലത്തെ ഇപ്രകാരം നല്ലതും ചീത്തയുമാക്കി മാറ്റുന്നത് കർമ്മമാണ്. ആ കർമ്മത്തെയാണ് നിയന്ത്രിക്കേണ്ടതും ശുദ്ധീകരിക്കേണ്ടതും. അന്യൻ്റെ ഒരു സാധനം അയാൾ അറിയാതെ നാം അപഹരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചു എന്നിരിക്കട്ടെ, നമുക്കെപ്പോഴെങ്കിലും സ്വസ്ഥതയുണ്ടാകുമോ? പോലീസിൻ്റെ ഒരു നിഴൽ കണ്ടാൽ നാം ഞെട്ടിപ്പോകും. കാരണം അതാരോ ഒറ്റുകൊടുത്ത് അദ്ദേഹം അറിഞ്ഞ് എന്നെ പിടിക്കാനായി വരികയാണ് എന്ന് ധരിക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ ഒരു ഗൃഹസ്ഥൻ ഒരിക്കൽ ഒരു സാധനം അപഹരിച്ചു കൊണ്ടുവന്നു. പോലീസുകാർ വരും എന്ന സംശയത്തിൽ തൻ്റെ ചെറിയ കുട്ടിയോട് പറയുകയാണ്, കുഞ്ഞെ, പോലീസുകാർ തെരഞ്ഞു വന്നാൽ ഞാൻ ആ ആട്ടിൻകൂട്ടിലില്ല എന്ന് നീ പറയണം എന്ന്. അപ്പം ഇദ്ദേഹം ആടിൻ്റെ കൂട്ടിലാ പോയി ഒളിക്കുന്നത്. ആടിൻ്റെ കൂട്ടിൽ പോയി ഒളിച്ചിട്ട് കുട്ടിയോട് എന്ത് പറയാൻ പറയുന്നു? ആട്ടിൻകൂട്ടിൽ ഇല്ല എന്ന് പറയൂ എന്നതുപോലെ. അപ്പോൾ പോലീസുകാർക്ക് സൗകര്യമായില്ലേ അയാൾ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ. അപ്രകാരം നമ്മളല്ലേ അതിനുത്തരവാദി. ഏത് കർമ്മത്തിനും നമുക്ക് നല്ലതും ചീത്തയുമാകാൻ കാരണക്കാരെ
നാം തന്നെയാണ് എന്ന്. അതിനാൽ നമുക്ക് സുഖം വരുന്ന വിധത്തിലുള്ള കർമ്മത്തെ നിയന്ത്രിച്ച് നാം ജീവിക്കേണ്ടതാണ്. കർമ്മം നന്നായാൽ കാലം നന്നാവും, കാലം നന്നായാൽ ജീവിതവും നന്നാവും, ജീവിതം നന്നായാൽ ജന്മം സഫലമായി. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടത്. അതിനാൽ നാം ഇവിടെ ഈ കാലത്തെ പഴിക്കാതെ നമ്മെ തന്നെ, നാം ചെയ്ത കർമ്മത്തെ പഴിക്കുക. ഇതുവരെ ചെയ്ത തെറ്റായ പ്രവൃത്തികളിൽ നിന്നും പിൻവലിച്ച് ഇനിയുള്ള ഓരോ സെക്കൻഡും ശ്രേഷ്ഠമായ കർമ്മങ്ങൾക്ക് വിധേയമായാൽ നമ്മുടെ ജീവിതം, നമ്മുടെ സമയം സാർത്ഥകമായി തീരും. കാലത്തിനൗദാര്യശീലമില്ല, കാലത്തിലെല്ലാം നിഴലിക്കും നിശ്ചിത, കാലം നില നിന്നു മാഞ്ഞുപോകും.